നമസ്കാരം പ്രിയമുള്ളവരെ, ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പാസ്റ്റർ പ്രവീൺ പകഡാലയുടെ മരണവുമായി ബന്ധത്തിലുള്ള ചില അപ്ഡേറ്റ്സാണ് ഇന്നത്തെ നമ്മുടെ ഈ വാർത്തയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ഓട്ടോപ്സി റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് ദുരൂഹതകൾ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു ഓട്ടോപ്സി റിപ്പോർട്ട് വന്നുവെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് ഉത്തരങ്ങൾ പറയാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. വളരെ വീഡിയോകൾ വരുന്നു, രണ്ട് രീതിയിലുള്ള വാദഗതികളുണ്ട്. ആ വീഡിയോകൾ ഫേക്കാണ് എന്നുള്ള വാദഗതികളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓട്ടോപ്സി റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്നു. ഈ അടുത്ത സമയത്ത് വന്ന ഒരു വാദമെന്ന് പറഞ്ഞാൽ, അദ്ദേഹം തൻ്റെ ബുള്ളറ്റിൽ സഞ്ചരിക്കുന്ന കൂട്ടത്തിൽ തന്നെ മറ്റൊരു വൈറ്റ് കാറ് എല്ലാ വീഡിയോകളിലും, അതായത് ഈ പറഞ്ഞ CCTV ഫുട്ടേജുകൾ കുറേ പുറത്തു വരുവാനിടയെ തുടർന്നു. ഈ പറഞ്ഞ ലിക്കർ ഷോപ്പിൽ നിൽക്കുന്നത്, അതുപോലെ അപകടം നടക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ അങ്ങനെ CCTV ഫുട്ടേജ് വന്ന എല്ലാ വീഡിയോകളിലും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ബൈക്കിനെ ഫോളോ ചെയ്യുന്ന അദ്ദേഹമാണോ അല്ലയോ എന്നറിയില്ല, വളരെ കോൺസ്പിറസി തിയറികളാണ് വരുന്നത്. അതൊരു ഫേക്ക് വ്യക്തിയാണ്, അദ്ദേഹമല്ല എന്നാണ് ഇപ്പോൾ ഈ പ്രവീൺ പകഡാലയുടെ മരണം ഒരു കൊലപാതകമാണെന്ന് വാദിക്കുന്നവർ അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ വീഡിയോകളിലൊക്കെ ഒരു കാറ് കൂടെ ഉണ്ട് എന്നൊരു പുതിയ വാദം വന്നിരിക്കുന്നു. അപ്പോൾ ആ കാറ് എന്തോ ദുരൂഹതയുണ്ട്. കാരണം അല്ലെങ്കിൽ പിന്നെ ഇദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ എന്തുകൊണ്ടാണ് ആ ഒരു വൈറ്റ് കാറ് എല്ലാ സീനുകളിലും വരുന്നത്? അതിനെ ചുറ്റിപ്പറ്റി പുതിയ കഥകൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും ആന്ധ്രാപ്രദേശിലെ ഒരു മുൻ MP ഹർഷകുമാർ എന്ന് പറഞ്ഞ ആ MP പ്രവീൺ പകഡാലയുടെ മരണം അത് ആക്സിഡൻ്റ് അല്ല, കൊലപാതകമാണെന്ന് പരസ്യമായി പ്രസ്താവിച്ചു. അത് നിമിത്തം അദ്ദേഹത്തിനെതിരെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്, കേസെടുത്തിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കമൻറ്റ് മിസ്ഗൈഡിങ് ചെയ്യുന്ന കമൻ്റാണ്, തെറ്റായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നു എന്ന പേരിൽ ആക്സിഡൻ്റാണ് ഈ സംഭവമെന്ന് സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നവർ അദ്ദേഹത്തിന് എതിരെ ആക്ഷൻ എടുത്തിരിക്കുന്നു, FIR ഫയൽ ചെയ്തിരിക്കുന്നു. ഇതൊക്കെയാണ് പ്രവീൺ പകഡാലയുടെ മരണവുമായിട്ടുള്ള ബന്ധത്തിലുള്ള പുതിയ വാർത്തകൾ. എന്താണെങ്കിലും വളരെ ദുരൂഹതകളാണ്. ഇതിൻ്റെ ഒരു സത്യം എന്താണെന്ന് പുറത്ത് വന്നേ മതിയാകത്തുള്ളൂ. സത്യം എല്ലാ കാലത്തും ഒളിച്ചിരിക്കുകയില്ല. സത്യം അത് ഉയർത്തെഴുന്നേൽക്കും, അത് പുറത്തു വരും. അങ്ങനെ നമുക്ക് വിശ്വസിക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ.